ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു മജ്ബൂസ് റെസിപ്പിയാണ് ട്രൈ ചെയ്യുന്നത്. നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബസ്മതി റൈസ്, ചിക്കൻ സ്കിന്നോട് കൂടിയിട്ടുള്ളതാണ്. പിന്നെ വെജിറ്റബിളായിട്ട് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പിന്നെ സവോള, ഗ്രീൻ ചില്ലി, ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസ് ടൊമാറ്റോ പ്യൂരി, പിന്നെ ഒരു മാഗി ക്യൂബ്സ്. നമ്മളിന്നുണ്ടാക്കുന്നത് കുക്കറിലാണ്. കുക്കർ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ആദ്യം നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക, സൺഫ്ലവർ ഓയിലൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഹോൾ സ്പൈസസ് നമുക്ക് ആഡ് ചെയ്യാം. അത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഒണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 മീഡിയം സൈസ് ഒണിയനാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അല്പം സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒണിയൻ പെട്ടെന്നൊന്ന് വാടിക്കിട്ടും. ഒണിയനൊക്കെ ഒന്ന് നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി വേണ്ടി വരുന്ന പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി, ശേഷം അല്പം മല്ലിപ്പൊടി, നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു 2 സ്പൂണോളം മുളക് പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കാശ്മീരിയും നോർമൽ എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ആയിട്ടുള്ളതാണ്. ശേഷം നമുക്ക് മജ്ബൂസിൻ്റെ അല്പം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. മസാലയെല്ലാം നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 4-5 ഗ്രീൻ ചില്ലി ചെറുത്, പിന്നെ ക്യാപ്സിക്കം, നമ്മൾ കഷ്ണമായി മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, ക്യാരറ്റ്, പൊട്ടറ്റോ ശരിക്കും നമുക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം ആഡ് ചെയ്താൽ മതി. ഞാൻ പൊട്ടറ്റോ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. സോ അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ആണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാകട്ടെ. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മാഗി ക്യൂബ്സ് പൊടിച്ച് ചേർക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി നന്നായിട്ട് ചേർക്കാം. നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. മസാല നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ സ്കിന്നോട് കൂടിയിട്ടുള്ളതാണ് നമ്മളിതിൽ ചേർക്കുന്നത്. ചിക്കൻ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയെല്ലാം നന്നായിട്ട് ചിക്കനിലെല്ലാം ഒന്ന് പിടിക്കുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ട് ഒന്ന് പിടിക്കുന്ന രീതിയിൽ കുറച്ച് നേരം ഒന്ന് ചൂടാകാൻ വയ്ക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് തിള കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചൂടുവെള്ളം, അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ ബസ്മതി റൈസിന് വെള്ളം ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പം നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് 6 ഗ്ലാസ് വെള്ളമാണ്. 6 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് വിസിൽ വയ്ക്കാതെ നമ്മൾ 10 to 20 മിനിറ്റ്സ് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുന്നു. പക്ഷേ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നന്നായിട്ട് ചിക്കനൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്കിനി ഈ ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം റൈസ് ഇതിലേക്ക് ആഡ് ചെയ്യാം.
ചിക്കനെല്ലാം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിപ്പോൾ 4 ഗ്ലാസ് റൈസാണ്, ബസ്മതി റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ. അരി ഒന്ന് വേവുന്ന വരെ നമുക്ക് ചെറുതായിട്ട് ഒന്ന് വെള്ളം വറ്റുന്നതിന് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമുക്കിതിലേക്ക് ഒരു കാര്യം നമ്മൾ ആഡ് ചെയ്യാൻ വിട്ടുപോയിരുന്നു. ഇത് ഡ്രൈ ലെമണാണ്. ഡ്രൈ ലെമൺ എല്ലായിടത്തും മേടിക്കാൻ കിട്ടുന്ന ഈ സാധനം. അപ്പം ഡ്രൈ ലെമണോട് നമുക്കത് ആഡ് ചെയ്യണം. വെള്ളം ഇപ്പോൾ അത്യാവശ്യം ഒന്ന് വറ്റിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി അതിലേക്ക് നമ്മൾ കുറച്ച് മുമ്പ് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനെല്ലാം നമുക്ക് അതിൻ്റെ മേലെ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ലിഡ് അടച്ച് വിസിലും മേലെ വെച്ച് ദമ്മിനായിട്ട് ചെയ്യാം. ഒരു 5 to 10 മിനിറ്റ്സ് നമുക്ക് ലോ ഫ്ലെയിമിൽ ദമ്മിന് വയ്ക്കാം. ശേഷം നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇപ്പോൾ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. അതേപോലെ തന്നെ റൈസ് ആണെങ്കിലും ഒന്നിലൊട്ടേതെ നമുക്ക് നല്ല കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അല്പം കൂടെ മസാല നമുക്ക് ചിക്കനിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ തന്നെ സ്പൈസസ്, നമുക്ക് ആവശ്യമുള്ള സ്പൈസസ് ആഡ് ചെയ്ത് ഓവൻ്റെ അകത്തോ പാനിലോ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഇതാണ് സ്വാദിഷ്ടമായ മജ്ബൂസ്. ഇത് റെഡിയായിരിക്കുന്നു. പ്ലേറ്റ് ചെയ്തു. അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ലൊരു റെസിപ്പിയാണ്. എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക് യു വെരി മച്ച്.